പ്രേക്ഷകർക്ക് എന്നതുപോലെ തന്നെ ഇത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല. സ്പാനിഷ് ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പക്ഷേ TYC സ്പോർട്സിലെ ജേർണലിസ്റ്റായ ഗാസ്റ്റൺ എഡുൽ പറഞ്ഞത് ഞാൻ ഇവിടെ പ്രേക്ഷകരെ കാണിക്കാൻ കാരണം അതിൻ്റെ അർത്ഥം എന്താണ്, എങ്ങനെയാണ് ഈ മെസ്സിയുടെയും അർജന്റീന ടീമിൻ്റെയും കേരളത്തിലെ വരവുമായി ബന്ധപ്പെട്ട അവ്യക്തതകൾ രൂപപ്പെട്ടത് എന്നതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ്. അനിൽ, ഇപ്പോൾ TYC സ്പോർട്സിലെ ജേർണലിസ്റ്റായ ഗാസ്റ്റൺ എഡുൽ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഇപ്പോൾ നടക്കുന്ന വിവാദത്തിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്നത് എന്തൊക്കെയാണ്? ഗുഡ് ഈവനിങ് ഒബീഷ്ണൻ. ആദ്യം തന്നെ ഈ ഗാസ്റ്റൺ എഡ്യൂളിനെ കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞു തുടങ്ങണം. കാരണം ഗാസ്റ്റൺ എഡ്യൂൾ എന്ന് പറയുന്ന ജേർണലിസ്റ്റ് എത്ര കണ്ട ആധികാരികമായിട്ടാണ് ഈ കാര്യങ്ങൾ പറയുന്നത് എന്ന് നമുക്ക് പറയണമെങ്കിൽ അദ്ദേഹവും അർജന്റീനൻ ടീമും തമ്മിലുള്ള ആ ഒരു ബന്ധം അത് എടുത്തു പറയേണ്ടതുണ്ട്. കാരണം അർജന്റീന കഴിഞ്ഞ ഖത്തർ ലോകകപ്പ് ജയിച്ച ശേഷം ആദ്യമായി ആ മത്സരത്തിൻ്റെ പ്രസൻറ്റേഷന് ശേഷം ആദ്യമായി ചെല്ലുന്നത് ഈ TYC സ്പോർട്സിന് മുന്നിലാണ്, ഗാസ്റ്റൺ എഡ്യൂളിന് മുന്നിലാണ്. അതിനുശേഷം പല സംഭവങ്ങളും ഉണ്ടായി. അർജന്റീനയുടെ കോച്ച് ലിയോണൽ സ്കലോണിയെ സംബന്ധിച്ച് അദ്ദേഹം ടീം മാറുന്നു തുടങ്ങിയ പല ഊഹാപോഹങ്ങളൊക്കെ തന്നെ വന്നപ്പോഴും അതുമായി ബന്ധപ്പെട്ട് ഏറ്റവും വിശ്വസനീയമായ വാർത്തകൾ നൽകിയിട്ടുള്ള ആളാണ് ഗാസ്റ്റൺ എഡ്യൂൾ. ഒപ്പം തന്നെ അദ്ദേഹത്തിന് തന്നെ ആധികാരിക കൊടുക്കുന്നത് മറ്റാരുമല്ല, അർജന്റീന ടീമിലെ താരങ്ങൾ തന്നെയാണ്. റോഡ്രിഗോ ഡീപോൾ, അർജന്റീനയുടെ മിഡ്ഫീൽഡർ, അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, നിങ്ങൾ എന്തിനാണ് വ്യാജ വാർത്തകൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ മറ്റു വാർത്തകളിലേക്കൊക്കെ പോകുന്നു, നിങ്ങൾ ഗാസ്റ്റൺ എഡ്യൂളിനെ കണ്ടുപിടിക്കൂ, അദ്ദേഹം നൽകുന്നത് കണ്ടില്ലേ ഏറ്റവും വിശ്വസനീയമായ വാർത്തകൾ, അല്ലെങ്കിൽ ഞങ്ങളെ തന്നെ വിളിച്ചു ചോദിക്കാനുള്ള മര്യാദ അദ്ദേഹം കാണിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് ഗാസ്റ്റൺ എഡ്യൂൾ പറയുന്നത്. അപ്പോൾ ഗാസ്റ്റൺ എഡ്യൂൾ പറഞ്ഞത് ഇപ്രകാരമാണ്. 2 വീഡിയോകളാണ് ഗാസ്റ്റൺ എഡ്യൂൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിട്ടത്. ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത് അത് ഒക്ടോബറിൽ അർജന്റീന ചൈനയിൽ പര്യടനം നടത്തും, അവിടെ 2 മത്സരങ്ങൾ കളിക്കും. തൊട്ട് പിന്നാലെ രണ്ടാമതൊരു വീഡിയോ വരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് നവംബർ ഇന്റർനാഷണൽ ബ്രേക്കിലെ മത്സരങ്ങളെക്കുറിച്ചാണ്. ആദ്യം അർജന്റീന കളിക്കുന്നത് അങ്കോളയ്ക്കെതിരെയാണ്, ആഫ്രിക്കയിലാണ്. അങ്കോളയിൽ അവരുടെ 50ാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഈ മത്സരം സംഘടിപ്പിക്കുന്നത്. രണ്ടാമത്തെ മത്സരമാണ് കൂടുതൽ എക്സൈറ്റിംഗ് എന്ന് പറഞ്ഞാണ് ഗാസ്റ്റൺ എഡ്യൂൾ പറയുന്നത്. അതായത് അർജന്റീനൻ ടീം വിശ്വ ചാമ്പ്യന്മാരായ ഖത്തറിലേക്ക്, ആ അറബി നാട്ടിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു എന്നാണ് ഗാസ്റ്റൺ എഡ്യൂൾ പറഞ്ഞത്. ആ മത്സരം അമേരിക്കക്കെതിരെയായിരിക്കും എന്നും പറയുന്നു. അങ്ങനെയാണ് ഗാസ്റ്റൺ എഡ്യൂളിന് പോകുന്നത്. ഈ വാക്കുകൾ ഒരുപക്ഷെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം, കേരള ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയായിരുന്നു. കാരണം ഈ ഒക്ടോബർ നവംബർ മാസങ്ങളിലാണ് ഇവിടേക്ക് അർജന്റീനയും മെസ്സിയും വരുമോ എന്നെന്ന് നമ്മളോട് നമ്മുടെ കായിക മന്ത്രി പറഞ്ഞിരുന്നത്, സർക്കാർ പറഞ്ഞത്. നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. ഒപ്പം തന്നെ സമീപകാലത്ത് വലിയ തിരിച്ചടികളും ഇക്കാര്യത്തിൽ ഊഹാപോഹങ്ങളും അല്ലെങ്കിൽ പല പ്രതിസന്ധിയും ഉണ്ടായിരുന്നെങ്കിൽ പോലും HSBC എന്ന് പറയുന്ന ഇന്ത്യയിലെ അല്ലെങ്കിൽ സൗത്ത് ഏഷ്യയിലെ അർജന്റീനയുടെ സ്പോൺസർമാർ കൂടി ഇത് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷെ അതിന് മേലൊക്കെ തന്നെ തീ കോരിയിടുന്ന തരത്തിൽ അല്ലെങ്കിൽ വലിയ തിരിച്ചടിയാവുന്ന വാക്കുകളാണ് ഗാസ്റ്റൺ എഡ്യൂളിൽ നിന്നുണ്ടായത്. ശരി അനിൽ, ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം അനിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 6 മാസം മുൻപ്, കൃത്യമായി പറഞ്ഞാൽ 20 നവംബർ 2024 കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ കേരളത്തിൽ പറയുന്നത്, മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലേക്ക് വരുന്നു, ഇവിടെ മാച്ച് കളിക്കാൻ പോകുന്നു. കേരളത്തെ സംബന്ധിച്ച് മെസ്സിക്ക് ഏറ്റവും അധികം ആരാധകരുള്ളതാണ്. കഴിഞ്ഞ തവണ ലോക ചാമ്പ്യന്മാരായ അർജന്റീന മാറിയപ്പോൾ കേരളത്തിൽ നിന്നുള്ള ആരാധകരുടെ പിന്തുണയ്ക്ക് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നന്ദി അറിയിച്ച അനുഭവം നമുക്കുണ്ട് ചരിത്രത്തിൽ. അപ്പോൾ ഈ പ്രഖ്യാപനം ഉണ്ടാകുന്നു, മന്ത്രി പറയുന്നു, അതിനുശേഷം അദ്ദേഹം അത് പലയിടങ്ങളിലും ആവർത്തിക്കുന്നു. ഇപ്പോൾ ഗാസ്റ്റൺ എഡ്യൂൾ പറഞ്ഞിരിക്കുന്നത് 3 മത്സരങ്ങൾ, അതായത് ഒക്ടോബർ മാസത്തിൽ ചൈനയിൽ, നവംബറിൽ അങ്കോളയിലും ഖത്തറിലുമായിരിക്കും ഈ മത്സരങ്ങൾ എന്നാണ്. പക്ഷേ ഇപ്പോഴും സംസ്ഥാന കായിക മന്ത്രി പറയുന്നത് കേരളത്തിലേക്ക് മെസ്സി വരും എന്ന കാര്യത്തിൽ സംശയം വേണ്ട, അടുത്തയാഴ്ചയോടുകൂടി ഇക്കാര്യത്തിൽ ഒരു ഉറപ്പുണ്ടാകും. ഇതിലെ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി പറയുന്നത് ഔദ്യോഗികമായ അറിയിപ്പ് വരാനിരിക്കുന്നു എന്നാണ്. പക്ഷെ ഗാസ്റ്റൺ എഡ്യൂളിനെ പോലെ വിശ്വസനീയമായ ഒരു മാധ്യമ പ്രവർത്തനങ്ങളിൽ നിന്ന്, അതോടൊപ്പം അർജന്റീനയിലെ മാധ്യമങ്ങളിൽ നിന്ന് ഈ കളികൾ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത് പ്രകാരം ഇന്ത്യയിൽ ഒരു മാച്ചും കളിക്കാൻ അർജന്റീന ഉണ്ടാകില്ല എന്ന് പറയുമ്പോൾ ഇനി ഒരു ഔദ്യോഗിക പ്രഖ്യാപനത്തിനുള്ള കാത്തിരിപ്പിന് പ്രസക്തിയുണ്ടോ? ആ ഒരു ഔദ്യോഗിക പ്രസ്താവനയിൽ മാത്രമാണ് ഇപ്പോൾ കേരള സർക്കാരിൻ്റെയും ഇല്ലെങ്കിൽ ഇത് സംബന്ധിച്ച സ്പോൺസർമാർ എന്ന് പറയുന്ന ആളുകളുടെയൊക്കെ തന്നെ ഒരു പിടിവള്ളി എന്നുള്ളത്. നേരത്തെ ഒരു ഘട്ടത്തിൽ പോലും നമുക്ക് ഗാസ്റ്റൺ എഡ്യൂളിൻ്റെ വാക്കുകൾ തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അനുഭവം. കാരണം അർജന്റീനയുടെ ഓരോ പ്ലേയിങ് 11 കുറിച്ചും ഒക്കെ തന്നെ ഗാസ്റ്റൺ എഡ്യൂൾ ഇങ്ങനെ ഓരോ വാർത്ത ഇടുമ്പോൾ നമുക്ക് അതിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും തെറ്റിയിട്ടില്ല. അർജന്റീന ഓരോ മത്സരത്തിന് മുമ്പ് ആരൊക്കെ അർജന്റീനയുടെ പ്ലേയിങ് 11 ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ഗാസ്റ്റൺ എഡ്യൂളിനെ ഒരുപക്ഷെ വിശ്വസിക്കാൻ അത് തന്നെ കാരണമാണ്. പക്ഷേ ഇപ്പോഴും നമ്മൾ പറയുന്നു, അന്തിമ
തീരുമാനം വരേണ്ടത് AFAയിൽ നിന്നാണ്. അവരുടെ ഔദ്യോഗിക ഷെഡ്യൂൾ വരുമ്പോൾ മാത്രമാണ് എന്നുള്ള ക്ലോസ് നമ്മളും വെക്കുന്നു. അല്ലെങ്കിൽ അത് നമുക്ക് ഇന്ത്യക്ക് അനുകൂലമാവട്ടെ, കേരളത്തിലേക്ക് വരട്ടെ എന്നുള്ള ആശംസ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആശയോടുകൂടി തന്നെയാണ് നമ്മളും ഇരിക്കുന്നത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ ഇപ്പോഴും ഈ സർക്കാർ ഇക്കാര്യത്തിൽ പല കാര്യങ്ങളിൽ അവ്യക്തത ഉണ്ട്. ഇത് സംബന്ധിച്ച് ഒരു ഔദ്യോഗിക രേഖ ഇടുന്നില്ല. അർജന്റീനയുടെ പ്രതിനിധികളെ കണ്ടു എന്ന് പറയുന്നു. പക്ഷെ അത് പോയി കണ്ടത് സ്പെയിനിലാണ്, അവിടുത്തെ റീജിയണൽ ഓഫീസിലാണ് പോയി കണ്ടത് എന്ന് പറയുന്നത്. അർജന്റീനയുടെ പ്രസിഡന്റ്, AFAയുടെ പ്രസിഡന്റ് ക്ലോഡിയോ ടാപ്പിയോ അടക്കമുള്ള ആരെയും കണ്ടതായിട്ടും അത്തരത്തിലുള്ള ഫോട്ടോസോ അല്ലെങ്കിൽ അത് സംബന്ധിച്ച ഒരു രേഖ പോലും സർക്കാർ പുറത്തുവിട്ടിട്ടില്ല. പ്രധാനപ്പെട്ട കാര്യം അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ഒപ്പുവെച്ചിരിക്കുന്ന ധാരണാപത്രത്തിന്റെ കാര്യമാണല്ലോ. 45 ദിവസത്തിനകം 50% തുക നൽകിക്കൊള്ളാം എന്നുള്ളതായിരുന്നു ആ കരാറിലെ ഒരു വ്യവസ്ഥ. അത് പാലിക്കപ്പെട്ടിട്ടില്ല എന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ പറയുന്നു. അതുകൊണ്ട് തന്നെ ഇതിലെ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്ന വിവരങ്ങൾ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചും ജനങ്ങൾക്ക് ഉറപ്പ് നൽകുകയും എന്നാൽ അവസാന ഘട്ടത്തിൽ പ്രതിസന്ധിയിലാവുകയും ചെയ്ത സാഹചര്യത്തിൽ അവരും നിയമ നടപടി സ്വീകരിക്കാൻ പോകുന്നു എന്നുള്ള വിവരങ്ങൾ വന്നിരുന്നു. ഇതിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് സ്ഥിരീകരിക്കാൻ കഴിയുന്നത്? മാത്രമല്ല, ഇതിൽ ആദ്യത്തെ സ്പോൺസർമാരായി എത്തിയിരുന്നത് ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ ആയിരുന്നല്ലോ. അവർ പിന്നീട് ഇതിൽ നിന്ന് പിന്മാറാനുള്ള കാരണം എന്താണ്? ഇനിയും മെസ്സി വരാനുള്ള സാഹചര്യം ഉണ്ടെന്ന് റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി ആവർത്തിക്കുന്നതിന് പിന്നിൽ അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന എന്തെങ്കിലും ഘടകങ്ങൾ ഉണ്ടോ? അതോ മെസ്സിയുടെ വരവ് ഇപ്പോഴും അനിശ്ചിതത്വത്തിൽ തന്നെയാണോ? ആ ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ അനിശ്ചിതത്വത്തിൽ തന്നെയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം നേരത്തെ തന്നെ ഈ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അർജന്റീനയെ പോലെ ലോക ചാമ്പ്യന്മാരായ ലോക 1ാം നമ്പർ ടീമിനെ എത്തിക്കണമെങ്കിൽ ചില്ലറ പൈസ പോരാ എന്നുള്ളത് തന്നെയാണ്. അർജന്റീന ആദ്യഘട്ടത്തിൽ ആവശ്യപ്പെട്ടത് 100 കോടിയാണ്. ഒരുപക്ഷെ അർജന്റീന ആദ്യം ഈ കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷനോടാണ്. പക്ഷേ ഇത്രയും വലിയൊരു തുക നൽകാൻ സാധിക്കുന്നില്ല എന്നത് പറഞ്ഞതുകൊണ്ടാണ് നേരത്തെ മലയാളിയായ ജനറൽ സെക്രട്ടറി ഉള്ള ഘട്ടത്തിലാണ് ഇത് പറയുന്നത്. അന്ന് നമ്മുടെ സർക്കാർ വലിയ രീതിയിൽ ഇത്രയും തുക കൊണ്ടുവരാൻ പറ്റില്ലേ എന്ന തരത്തിൽ പരിഹാസ രൂപേണ പറഞ്ഞാണ് അതിനൊരു ഇനിഷ്യേറ്റീവ് എടുക്കുന്നത്. പക്ഷേ അതേ പ്രതിസന്ധി തന്നെയാണ് നമ്മുടെ സർക്കാരിനും ഉണ്ടാകുന്നത്. തക്ക തുക കണ്ടെത്താൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് പിന്നാലെ ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് പിന്മാറുന്നു. അതിന് പിന്നാലെയാണ് ഈ റിപ്പോർട്ടർ TV ബന്ധപ്പെട്ട ആളുകൾ അതിനെ സമീപിക്കുന്നത്. ഇപ്പോഴും അവർ തമ്മിൽ ചില ധാരണകൾ ഉണ്ട് എന്നുള്ള അല്ലെങ്കിൽ അത്തരം കരാറുകൾ ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അതൊന്നും തന്നെ പൊതുമത്തത്തിലേക്കോ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാത്തിരിക്കുന്ന ആരാധകർക്ക് മുന്നിൽ ഒന്നും കൊടുക്കുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു.